ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനോഹരനോട് ചേച്ചി ചോദിക്കുകയാണ്, നമ്മളിന്ന് എവിടെയാണ് മനോഹര കിടക്കുക? എവിടെ കിടക്കുക? നമ്മളെ കയ്യിലിരിക്കുന്ന പൈസക്ക് 5 സ്റ്റാർ ഹോട്ടലൊന്നും കിട്ടില്ലല്ലോ. എല്ലാവരും ഇവിടെ തന്നെ കിടക്കണം. ഈ ഈ മരത്തിൻ്റെ ചുവട്ടിലോ ഒരു മറ പോലും ഇല്ലാതെ മേഘ എങ്ങനെയാണ് കിടക്കുക? പിന്നെ അഭിമാനമൊന്നും നോക്കാതെ ഇറങ്ങി തിരിച്ച് വന്നതല്ലേ. ഇനിയിപ്പോൾ നടുത്തരുവിൽ വന്നതിന് ശേഷമാണോ മേഘയ്ക്ക് അഭിമാനം നോക്കേണ്ട അവസ്ഥ? എല്ലാവരും തുണി വിരിച്ച് ഇന്നിവിടെ കിടക്കാൻ നോക്ക്. നീ കിടക്കുന്നതിന് കുഴപ്പമില്ലടാ, പക്ഷെ ഞങ്ങളെങ്ങനെ? അതെന്താ? അപ്പം ഞാൻ മനുഷ്യനല്ലേ? നിങ്ങൾക്ക് മാത്രമേ മാനവും അഭിമാനവും ഒക്കെ ഉള്ളൂ എന്നാണോ കരുതിയത്? എനിക്കുണ്ട് ചേച്ചി. അവസാനം മേഘ മനോഹരനോട് പറയാണ്, മാമ ഇവിടെ കൊതുകടി കുറച്ച് കൂടുതലാണ്, നിങ്ങൾ പോയിട്ട് കൊതുക് തിരി വാങ്ങിയിട്ട് വാ. ആ കൊതുക് തിരിയൊക്കെ ഞാൻ വാങ്ങിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അയാൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ പിന്നെ അത് കത്തിക്ക്, ഇവിടെ ഇപ്പോൾ നല്ല കൊതുകടിയാണ്. ശരി, ഞാനത് കത്തിക്കാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ പിന്നെയും പ്രിയകൾക്ക് വാരി കൊടുക്കുകയാണ്. അപ്പോൾ മനോഹരം വേഗം 4 ഭാഗത്തായിട്ട് കൊതുക് തിരി കത്തിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിരിപ്പെടുത്ത് വിരിക്കുകയാണ്. അവർക്ക് 4 പേർക്കും വിരിച്ചിട്ട് മനോഹരനും മുത്തശ്ശിയും പിന്നാലെ പ്രിയയും അതുപോലെ തന്നെ മേഘയൊക്കെ കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനോഹരൻ നല്ല കൂർക്കം വലിച്ച് ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശിക്കും മേഘയ്ക്കും പ്രിയയ്ക്കും ഒന്നും ഉറങ്ങാൻ സാധിക്കുന്നില്ല. നല്ല കൊതുകടിയാണ്. അവർ 3 പേരും ഇങ്ങനെ കൊതുകിനെ തല്ലി തല്ലി നിൽക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് മനോഹരൻ്റെ കൂർക്കം വലിയും കൂടെ കേട്ടതോടെ അവർക്ക് ദേഷ്യം വരികയാണ്. എവിടെയെങ്കിലും കിടന്നാൽ മതി, അവൻ കൂർക്കം വലിച്ച് ഉറങ്ങിക്കോളും എന്നൊക്കെ പിറുപിറുക്കുകയാണ്. പക്ഷെ മേഘ ഒന്നും പറയാതെ വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് പ്രിയ കൊതുകടിച്ചിട്ട് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അവൾ ഉറക്കത്ത് തന്നെ പറയുന്നുണ്ട്, അമ്മ വല്ലാതെ കൊതുകടിക്കുന്നു അമ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മ. അപ്പോൾ മേഘ കുഞ്ഞിനോട് പറയാണ്, ഇന്നൊരു ദിവസം ക്ഷമിക്കടാ, നാളെ ഏതെങ്കിലും ഒരു നല്ല വീട് നോക്കിയിട്ട് മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാം, തൽക്കാലം അമ്മ പൊതിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പുതപ്പെടുത്തിട്ട് പ്രിയക്ക് പൊതിച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടി സമയം കഴിഞ്ഞതോടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് ഒരു ബൈക്കിലായിട്ട് 2 ആണുങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഗുണ്ടകളൊക്കെ പോലെ തോന്നിക്കുന്ന 2 ആൾക്കാരായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഈ പരിസരത്ത് കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ കിടക്കുന്നത് കണ്ടിട്ട് അവരിങ്ങനെ നോക്കുവാണ്. ഒന്നാമത് അവരവിടെ മദ്യപിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലം അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന സ്ഥലമാണ്. പതിവില്ലാതെ കുറച്ച് ആൾക്കാർ അവിടെ കിടന്നു കണ്ടപ്പോൾ അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഇവരാരും കേൾക്കുന്നില്ല, കാരണം ഇവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അസമയമായിരുന്നല്ലോ. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, ഇതാരാ പുതിയതായിട്ട് ഇവിടെ കിടക്കാൻ വന്നിട്ടുള്ളത്? അപ്പോൾ മേഘയുടെ ആ ഒരു ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഏതോ വലിയ വീട്ടിലെ പെണ്ണാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നം കാരണം വീട് വിട്ട് ഇറങ്ങി പോകുന്നതായിരിക്കും. അതിലൊരുത്തനാണെങ്കിൽ മേഘയെ കാമക്കണ്ണ് നിറഞ്ഞ കണ്ണുകളോടെയാണ് ആപാത ചൂടം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ മേഘ ഇങ്ങനെ അടിമുടി നോക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഉള്ളിലെ വികാരം വരികയാണ്. അപ്പോൾ മറ്റവൻ പറയുന്നുണ്ട്, എടാ ആരാണെന്ന് പോലും അറിയില്ല, നമുക്കെന്തിനാ വേണ്ടാത്ത ഓരോരോ പ്രശ്നങ്ങൾ, വാ നമുക്ക് പോവാടാ. അപ്പോൾ അയാൾ പറയാണ്, ഡാ നമ്മൾ മദ്യപിക്കാനല്ലേ വന്നത്, നീ പോയിട്ട് തൽക്കാലം മദ്യപിക്ക്, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങോട്ട് പോയിരുന്ന് കുടിക്ക്. അപ്പോൾ മറ്റവൻ പറയാണ്, ഡാ വേണ്ടടാ, വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ വലിച്ചിടണ്ട, നിന്നോടല്ലേ പറഞ്ഞത്, പോവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവനെ തള്ളി പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവസാനം അവൻ അവിടെ നിന്ന് കുപ്പി എടുത്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് മേഘയാണെങ്കിൽ ഉറക്കത്ത് തിരിഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് അവളുടെ ശരീര സൗന്ദര്യം അവൻ വീണ്ടും ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റിലും നോക്കി ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേഘ കിടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അവൻ മെല്ലെ നിരങ്ങി മേഘയുടെ അടുത്തേക്ക് വരികയാണ്. ഇവർ 4 പേരും ഇതൊന്നും അറിയുന്നില്ല, നല്ല ഉറക്കത്തിലാണ്. അവനങ്ങനെ മേഘയുടെ അടുത്തെത്തിയിട്ട് മേഘയുടെ ശരീരത്തിലേക്ക് കൈവെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ അവൻ പേടിച്ച് മാറുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവൻ മേഘയുടെ ദേഹത്ത് കൈവച്ചതും മേഘ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അയാളെ കണ്ടതും വെപ്രാളത്തോടെയാണ് മേഘ സംസാരിക്കുന്നത്. അവൾ തിരിഞ്ഞ് മുത്തശ്ശിയൊക്കെ നോക്കുകയാണ്. പക്ഷെ അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ആരാ നിങ്ങൾ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ എന്നൊക്കെ അവൾ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അയാളും പറയാണ്, പേടിക്കണ്ട. അയാൾ തിരിച്ച് അതേ ചോദ്യം ചോദിക്കുകയാണ്, ആരാ നിങ്ങളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? വീട് വാടകയ്ക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് വേണോ? എൻ്റെ വീട്ടിൻ്റെ മുകൾ നില ഫ്രീ ആണ്, നിങ്ങൾ വന്ന് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അയാൾ കാമവെറിയോടെയാണ് സംസാരിക്കുന്നത്. മേഘയ്ക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ ആ സമയത്തൊക്കെ പേടിയോടെ തന്നെ തിരിഞ്ഞ് മുത്തശ്ശിയെ മനോഹരനെ നോക്കുകയാണ്. പക്ഷെ അവരാരും എഴുന്നേറ്റിട്ടില്ല. എന്നിട്ടും ചെറുതായിട്ട് ധൈര്യം സംഭരിച്ചിട്ട് മേഘ അയാളോട് പറയുന്നുണ്ട്, ഇപ്പം വരാൻ സാധിക്കില്ല സാർ, നിങ്ങൾ അഡ്രസ്സ് തന്നിട്ട് പോയിക്കോ, രാവിലെ വന്ന് നോക്കിക്കോളാം. പക്ഷെ അയാൾ മേഘ ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വീട്ടിന് വാടകയൊന്നും തരണ്ട, ഫ്രീ ആയിട്ട് താമസിച്ചാൽ മതി, വാ ഇപ്പം തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ മേഘയുടെ കൈകളിൽ കയറി പിടിച്ചതും മേഘ അയാളുടെ ചെകിട്ടത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾക്ക് വന്ന ദേഷ്യത്തിന് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നിന്നെ കൊന്നിട്ട് ഞാൻ ഇവിടെ കുഴിച്ചു മൂടും.
അപ്പം അയാൾക്കും ദേഷ്യത്തോടെയാണ് അയാൾ സംസാരിക്കുന്നത്. വീടില്ലാണ്ട് നടുത്തെരുവിൽ ജീവിക്കുന്ന നിനക്ക് വീട് തരാമെന്ന് പറഞ്ഞതല്ലേ, വാടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് മേഘയുടെ കൈകൾ പിന്നെ അയാൾ പിടിച്ചു വലിക്കുകയാണ്. പക്ഷേ ഇത്തവണ മേഘയ്ക്ക് അയാളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവളിങ്ങനെ ഇതാക്കുകയാണ്, വിട് വിട് എന്നൊക്കെ പറഞ്ഞ് കുതറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാളും ബലമായിട്ട് വലിച്ചു കൊണ്ടുപോവാണ്, വാടി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മേഘ അലറിക്കൊണ്ടിരിക്കുകയാണ്, മുത്തശ്ശി മാമ മുത്തശ്ശി മാമ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കുറച്ച് സമയം വിളിച്ചിട്ട് അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയപ്പോഴാണ് മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ കാണുന്നത് മേഘ ഒരുത്തം വന്ന് കൊണ്ടുപോകുന്നതാ. ഉറക്കച്ചടവിൽ കണ്ടതുകൊണ്ട് പെട്ടെന്ന് മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അവർ ചാടി എഴുന്നേക്കാണ്. ഡേ ആരാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് എതിരെ പോകുന്നുണ്ട്. എന്നിട്ട് മേഘയെ രക്ഷിക്കാൻ വേണ്ടി അവരും ശ്രമിക്കുകയാണ് അയാളെ തല്ലിക്കൊണ്ട്. എന്നാൽ അയാളാണെങ്കിൽ മുത്തശ്ശിയെ പിടിച്ച് തള്ളിയിട്ട് മേഘയെ മാത്രം പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്, വാടി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുത്തശ്ശി വേഗം മനോഹരനെ വിളിക്കുന്നുണ്ട്, ഡേ മനു എണീക്കടാ എണീക്കടാ. മനോഹരനാണെങ്കിൽ വീട്ടിലാണെന്നുള്ള ആ ഒരു ഓർമ്മയിലാണ് ഉറക്കച്ചടവിൽ നിൽക്കുന്നത്. എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ മനു എഴുന്നേക്കടാ എഴുന്നേക്കടാ, മേഘ ഇതാ ഒരുത്തനും ഇതാടെ കൊണ്ടുപോകാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ എഴുന്നേക്കുന്നുണ്ട്. പെട്ടെന്നാണ് അയാളും കൺമുന്നിൽ കണ്ട കാഴ്ച അയാളും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ അവളെ കൊണ്ടാവും വിധം അയാൾക്കൊപ്പം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബലപ്രയോഗം നടത്തുന്നുണ്ട്. ഡാ ആരാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരൻ ചാടി എഴുന്നേറ്റ് വന്നിട്ട് അയാളെ തല്ലുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി വേഗം മേഘയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ടിട്ട് പ്രിയ എഴുന്നേറ്റിട്ടുണ്ട്. അയാൾ ആദ്യം മനോഹരനെ പിടിച്ച് തള്ളിയിട്ടിട്ട് വീണ്ടും മേഘയെ കൊണ്ടുപോകാൻ വന്നതാ. അപ്പോഴേക്കും മനോഹരൻ വലിയൊരു വടിയെടുത്ത് കൊണ്ടുവന്നിട്ട് അയാളെ പൊതിരെ തല്ലുകയാണ്. ഓടടാ ഓട് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുമ്പോഴേക്കും അയാൾ കൂട്ടുകാരൻ അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നല്ലോ, വേഗം വാടാ എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഒരു ബൈക്കിൽ കയറിയിട്ട് അവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ്. ബൈക്ക് കൺമുന്നിൽ നിന്നും പോകുന്നത് വരെ മനോഹരൻ ആ ബൈക്കിലുള്ള അയാളെ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മേഘ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ പ്രിയ അമ്മയെന്ന് വിളിച്ചപ്പോഴേക്കും അവൾ കെട്ടിപ്പിടിക്കുകയാണ്. അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി. അപ്പോഴേക്കും മനോഹരൻ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, കഷ്ടം അവൻ രക്ഷപ്പെട്ടു പോയി. ആ സമയത്ത് മുത്തശ്ശി കരയാണ്. എന്നിട്ട് അവർ സങ്കടത്തോടെ പറയുന്നുണ്ട്, എങ്ങനെ ജീവിച്ച പെണ്ണാ നീ. അതോർത്തപ്പോൾ മേഘയും അറിയാതെ കരഞ്ഞു പോവാണ്. മുത്തശ്ശിക്ക് ആ ഒരു അവസ്ഥ താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. അവർ സങ്കടത്തോടെ പറയാണ്, നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുകയാണ് മേഘ. ദൈവം ചോദിക്കാതെ തന്നെ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു, പക്ഷേ എല്ലാം നീ നഷ്ടപ്പെടുത്തി. അവർ സങ്കടത്തോടെ പരിതപിക്കുകയാണ്. മനോഹരനും തലയാട്ടിക്കൊണ്ട് അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മേഘ വല്ലാത്ത നിസ്സഹായാവസ്ഥയോടെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ദൈവം ഒരു തവണയെ എല്ലാവർക്കും അവസരം കൊടുക്കുള്ളൂ. കിട്ടുന്ന സമയത്ത് അതെല്ലാം സൂക്ഷിച്ച് ഭദ്രമാക്കി വെക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്, നാണം കെട്ട് മാനം കളയുന്ന അവസ്ഥയിൽ ഇങ്ങനെ നടുത്തെരുവിൽ നിൽക്കേണ്ടി വരും. അവർ ആ ഒരു ഗതികെട്ട അവസ്ഥ ഓർത്ത് സങ്കടത്തോടെ പറയുകയാണ്. മേഘ മറുത്തൊന്നും ഇപ്രാവശ്യം പറയുന്നില്ല. അവൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു അവസ്ഥ അവൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. കാരണം എല്ലാവരും അവളൊരു മോശക്കാരിയായിട്ട് കാണുന്ന പോലെയൊക്കെ അവൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് അവൾ തന്നെ പൊട്ടി പൊട്ടി കരയുകയാണ്. മേഘ കരയുന്നത് കാണുമ്പോഴും സഹതാപം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, മനോഹര നീ എന്ത് ചെയ്തോ ഏത് ചെയ്തോ എന്നൊന്നും എനിക്കറിയണ്ട. നാളെ തന്നെ ഏതെങ്കിലും ഒരു വാടക വീട് കണ്ടുപിടിക്കണം. അതിനി ഒരു ഓലക്കുടിലായാലും കുഴപ്പമില്ല. ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിലും കാണുന്ന ഇടത്തൊക്കെ തുറസായി കിടന്നു കഴിഞ്ഞാൽ പോകുന്നവരും വരുന്നവരൊക്കെ ഇതുപോലെ മേഘയുടെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറുക. ആ ഒരു ഗതികെട്ട അവസ്ഥ ഓർത്ത് അവർ ആലോചിച്ച് കരയുകയാണ്. അപ്പോൾ ഓർക്കുന്തോറും മേഘയും പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ഇനി അതിനൊരു അവസരം ഉണ്ടാക്കരുത്. എത്ര ചെറിയ വീടാണെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമായിട്ടും നാളെ തന്നെ കണ്ടുപിടിക്കണം. മേഘയും അതുതന്നെയാണ് അയാളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ശരി ചേച്ചി, നാളെ തന്നെ വീട് കണ്ടുപിടിക്കാം. എന്നിട്ട് അയാൾ മേഘയോട് പറയുന്നുണ്ട്, കരയല്ലേ മേഘ, സമാധാനത്തോടെ കിടക്ക്. ചേച്ചി നിങ്ങളും കിടക്ക്, ഞാൻ ഉറങ്ങാതെ ഇവിടെ കാവൽ നിന്നോളാം. അവരോട് 3 പേരോടും കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് മനോഹരൻ അവർക്ക് 3 പേർക്കും കാവൽ നിൽക്കുകയാണ്. അയാളെ തല്ലിയ വടിയും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ധൈര്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഞാൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് കൈ കയറി പിടിച്ചത്. ഇനി നീ ഇങ്ങോട്ടേക്ക് വന്നാലല്ലേ, നീ വരുന്നത് കാത്ത് ഞാൻ ഉറങ്ങാതെ ഇവിടെ തന്നെ ഉണ്ട്. ശരിക്കും അവർക്കൊരു രക്ഷകനായിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ട് കാവൽ നിൽക്കുകയാണ്. ആ ഒരു സമാധാനത്തിലാണ് അവർ 3 പേരും പിന്നീട് ഉറങ്ങിയത്. നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം വാസുദേവൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അയാളവിടെ ICUവിലാണ് ഉള്ളത്. പുറത്ത് തന്നെ ചന്ദ്രികയും മലരും അതുപോലെ ജാനകിയുണ്ട്. ജാനകി അപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. ആ സമയത്ത് സിദ്ധു ആണെങ്കിൽ പുറത്തു പോയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ വേഗം ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, സിദ്ധു നിന്റെ അച്ഛനെ ഇങ്ങനെ അവസ്ഥയിലാക്കിയവനെ വെറുതെ വിടരുതടാ, അവനെ എങ്ങനെയെങ്കിലും പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം. അപ്പോൾ ചന്ദ്രികയും പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ട്, വന്നവൻ ഉറപ്പായിട്ടും മഹേഷിൻ്റെ ആളായിരിക്കും. മഹേഷിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ എല്ലാ സത്യവും പുറത്തു വരും.
ജാനകിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ സിദ്ധു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കുറച്ച് മുഖത്തൊരു സീരിയസ് ആയിട്ടാണുള്ളത്. അയാൾ പറയുന്നുണ്ട്, കത്തി കൊണ്ട് കുത്തിയത് വെറും കത്തി കൊണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പോയിസൺ അടങ്ങിയ കത്തി വെച്ചിട്ടാണ് കുത്തിയിരിക്കുന്നത്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന് കുത്തിയവന് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കേട്ടതും സിദ്ധാർത്ഥും ചന്ദ്രികയൊക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? പോയിസൺ കലർന്ന കത്തിയോ? ജാനകിയാണ് ശരിക്കും ഷോക്കായത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്. വലിയൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയാണ്, പോയിസൺ ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഡോക്ടറുടെ വർത്തമാനം കേട്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് ആവുന്നത് പോലെ ഞങ്ങൾ ശ്രമിക്കാം, നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയതും ജാനകി കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, എന്താണ് സിദ്ധു ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? എനിക്ക് വല്ലാതെ പേടിയാവുന്നു സിദ്ധു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അമ്മ കരയല്ല അമ്മ, അച്ഛന് ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല. കുറച്ച് ധൈര്യത്തോടെ ഇരിക്കുക അമ്മ. നിന്റെ അച്ഛൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സിദ്ധു ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുക? ജാനകി കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അവർക്ക് മറുപടി കൊടുക്കാനോ ആശ്വസിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ രണ്ടുപേരും അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മായി കരയല്ലേ അമ്മായി, മാമൻ്റെ ജീവൻ ആപത്തൊന്നും സംഭവിക്കില്ല. പക്ഷെ അതൊക്കെ വെറും ആശ്വാസവാക്കാണെന്ന് ജാനകിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പൊട്ടിക്കരയുന്നല്ലാതെ മറ്റൊന്നും മറത്തു പറയുന്നില്ല. സിദ്ധു ആണെങ്കിൽ എത്ര കണ്ട് അമ്മയെ ആശ്വസിപ്പിക്കാനാവുമെന്ന് അറിയാത്തത് കൊണ്ട് തിരിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് അച്ഛൻ കുറച്ചു മുമ്പ് അവർക്ക് വേണ്ടിയിട്ട് ആ മണ്ണുചോറ് തിന്ന ആ ഒരു കാഴ്ചയാണ്. ആ സമയത്ത് ദൈവത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത്, എൻ്റെ മകൻ സിദ്ധുവിനും ചന്ദ്രികയുടെയും കല്യാണം നടക്കാതിരിക്കാൻ ഓരോരോ പ്രശ്നങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കല്യാണം ഇത്തവണയെങ്കിൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് നേർച്ച നേർന്നിട്ട് ഇതുപോലെ മണ്ണുചോറ് തിന്നാൻ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കാശി അദ്ദേഹത്തെ കുത്തിയതും ജീവന് വേണ്ടി അദ്ദേഹം പോരാടിയതൊക്കെയാണ് സിദ്ധുവിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, അച്ഛാ, ഞാനും ചന്ദ്രികയും നന്നായിട്ട് ജീവിക്കണം എന്ന് കരുതി എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ ജീവനാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെക്കൊണ്ട് സഹിക്കാനാവില്ല അച്ഛാ. ഈ കല്യാണം കാണാൻ അച്ഛൻ ഉണ്ടാവണം അച്ഛാ, എങ്കിലേ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധു കണ്ണുനീര് തുടക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ ചന്ദ്രിക അത് കാണുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനാവുന്നില്ല. അവൾ പോയിട്ട് അവനോട് പറയുന്നുണ്ട്, സർ പ്ലീസ് സർ, നിങ്ങളിങ്ങനെ കരഞ്ഞാൽ എന്താ ചെയ്യുക സർ? പ്ലീസ് കരയല്ലേ സർ, മാമൻ ഒന്നും സംഭവിക്കില്ല സർ. അപ്പോൾ സിദ്ധു തിരിഞ്ഞു നിന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ ഇപ്പോൾ അകത്ത് കിടന്ന് ജീവന് വേണ്ടി പോരാടുന്നത്. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് വല്ലാതെ പേടിയാവുന്നു ചന്ദ്രിക. പെട്ടെന്ന് തന്നെ സിദ്ധു പറയുന്നുണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട്, എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചവനെ ഞാൻ വെറുതെ വിടില്ല ചന്ദ്രിക. അവൻ്റെ അവസാനം എൻ്റെ കൈകൊണ്ടാണ്. അപ്പോഴൊക്കെ ജാനകി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഭർത്താവിന് അപകടമൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അദ്ദേഹത്തിന് പകരം എൻ്റെ ജീവനെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ജാനകി തളർന്നിട്ടുണ്ടായിരുന്നു. മലരിങ്ങനെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി കരയല്ലേ മുത്തശ്ശി. അങ്ങനെ ആ സമയത്താണ് ജാനകി ബോധം കെട്ട് വീഴുന്നത് മലരി കാണുന്നത്. അപ്പോൾ മലരി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ പറ്റിയ മുത്തശ്ശി? കണ്ണ് തുറക്കും മുത്തശ്ശി, എന്താ സംഭവിച്ചത്? മലറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ചന്ദ്രികയും സിദ്ധു അങ്ങോട്ടേക്ക് നോക്കുന്നത്. മുത്തശ്ശി കണ്ണ് തുറക്ക്, അമ്മ. സിദ്ധു വന്നിട്ട് ഓടി വന്നിട്ട് വിളിക്കുകയാണ്. എൻ്റെ ചന്ദ്രിക വേഗം തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. ചന്ദ്രിക വെള്ളം കുടഞ്ഞപ്പോഴാണ് ജാനകിയുടെ ബോധം വീഴുന്നത്. അമ്മ എന്താ പറ്റിയമ്മ? സിദ്ധു ചോദിക്കുന്നുണ്ട്. സിദ്ധു, നിന്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ കരയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല സിദ്ധു, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാണ്. അപ്പോൾ സിദ്ധു ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മ അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ വേണേ നോക്കിക്കോ, അച്ഛൻ നല്ല അവസ്ഥയിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകി പറയാണ്, നിന്റെ അച്ഛൻ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴൊന്നും ശിക്ഷിക്കാത്ത ദൈവം അദ്ദേഹം ഇപ്പോൾ മനസ്താപത്തോടെ തെറ്റുകളൊക്കെ തിരുത്തി നന്നായിട്ട് എന്ന് വിചാരിച്ചപ്പോഴാണല്ലോ ശിക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ഓരോന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാനകി. അമ്മ കരയല്ലേ അമ്മ, നിന്റെ അച്ഛൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല സിദ്ധു. അമ്മ, അച്ഛൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അമ്മായി കരയല്ലേ അമ്മായി, മാമനൊന്നും സംഭവിക്കില്ല. വാസുവിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പുറത്തു വന്നപ്പോൾ സിദ്ധു വേഗം ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? സർജറി ഒക്കെ നല്ല രീതിയിലല്ലേ കഴിഞ്ഞത്?
അച്ഛൻ്റെ ജീവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടറുടെ മുഖത്ത് അത്ര വലിയ സന്തോഷമോ അല്ലെങ്കിൽ സക്സസ് ആയതിൻ്റെ ഒരു ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഡോക്ടർ, എന്തെങ്കിലും പറ, സിദ്ധു ഭയന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സർജറി കഴിഞ്ഞു, പക്ഷേ അരമണിക്കൂറായിട്ടും അദ്ദേഹം ഇത്ര നേരമായിട്ട് ബോധത്തിലേക്ക് വന്നിട്ടില്ല. അതാണ് എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നുന്നത്. ഡോക്ടറുടെ സംസാരം കേട്ടപ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. സിദ്ധു വീണ്ടും പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്നാൽ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഐ തിങ്ക് ആ കത്തിയിലുണ്ടായിരുന്ന പോയിസൺ ബ്രെയിൻ വരെയിലും സ്പ്രെഡായി എന്നാണ് തോന്നുന്നത്. ഡോക്ടറുടെ നിഗമനം കേട്ടതും ശരിക്കും എല്ലാവരും അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക ഡോക്ടർ? എൻ്റെ അച്ഛൻ ഒന്നും സംഭവിക്കരുത് ഡോക്ടർ, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി ഒന്നും ഞങ്ങളുടെ കയ്യിലല്ല. അദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ഡോക്ടറുടെ വർത്തമാനം കേട്ടിട്ട് ജാനകി ശരിക്കും വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഒരു സജഷൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കൂ. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത് വലിയൊരു സഹായമാകും. ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലും സംസാരം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും. പക്ഷേ ഇനിയൊരു പക്ഷെ നിങ്ങളുടെ സൗണ്ട് അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കോമയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അദ്ദേഹം കോമയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് ഒരു മെഡിസിനും അദ്ദേഹത്തെ ശരീരത്തിൽ ഫലിക്കില്ല. പിന്നീട് കുറച്ചായിട്ട് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കും. ഡോക്ടറുടെ ആ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് 3 പേരും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.